കേരള ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മികച്ച അവസരം. കേരള ഹൈക്കോടതി 2025 നിയമന വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. പോസ്റ്റ്സ് ആൻഡ് വേക്കൻസീസ് ഈ വിജ്ഞാപനത്തിലൂടെ ആകെ 2 തസ്തികകളിലേക്കാണ് നിയമനം. ടെക്നിക്കൽ അസിസ്റ്റന്റ് 16 ഒഴിവുകൾ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 12 ഒഴിവുകൾ. ഈ നിയമനം കരാർ അടിസ്ഥാനത്തിലാണ്. ഓപ്പറേറ്റർ തസ്തികയ്ക്ക് 2 വിധത്തിൽ യോഗ്യതയുണ്ട്. ഒന്നാമത് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ ടൈം ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് റിക്വയർഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പ്രവൃത്തി പരിചയമായി സർക്കാർ വകുപ്പുകൾ, കോടതികൾ അല്ലെങ്കിൽ PSUകളിൽ കുറഞ്ഞത് 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഈ പരിചയം വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി പ്രവർത്തനങ്ങൾ, സേവാ കേന്ദ്രം കൈകാര്യം ചെയ്യൽ അഥവാ ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തുള്ള പ്രവൃത്തി ആയിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് 2 വിധത്തിൽ യോഗ്യതയുണ്ട്. ഒന്നാമത് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ ടൈം ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് റിക്വയർഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പ്രവൃത്തി പരിചയമായി സർക്കാർ വകുപ്പുകൾ, കോടതികൾ അല്ലെങ്കിൽ PSUകളിൽ കുറഞ്ഞത് 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഈ പരിചയം വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി പ്രവർത്തനങ്ങൾ, സേവാ കേന്ദ്രം കൈകാര്യം ചെയ്യൽ അഥവാ ICT ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തുള്ള പ്രവൃത്തി ആയിരിക്കണം. സാലറി, റെമ്യൂണറേഷൻ, ശമ്പള വിവരങ്ങൾ നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് മാസ ശമ്പളം 30,000 രൂപ. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് മാസ ശമ്പളം 22,240 രൂപ. ഏജ് ലിമിറ്റ്, പ്രായപരിധി ശ്രദ്ധിക്കുക. 1984 ജനുവരി 2 2007 ജനുവരി 1 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. സെലക്ഷൻ പ്രോസസ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ ലളിതമാണ്. സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ, അപേക്ഷകരുടെ എണ്ണം കൂടുതലായാൽ റിട്ടൺ ടെസ്റ്റ് കൂടി നടത്താൻ സാധ്യതയുണ്ട്. അവസാനമായി സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്.